ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അല്ലാതെ നിങ്ങളൊരു പേപ്പർ ആയിട്ട് മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നീറ്റ് എഴുതിയൊരു ഫീലിംഗും നീറ്റിന് പണ്ടത്തെ കുട്ടികൾ എങ്ങനെയായിരുന്നു നീറ്റ് ഇരുന്ന് എഴുതിയത് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സംഭവമാണ്. ഓൺലൈനായിട്ട് മോക്ക് ടെസ്റ്റ് ഉള്ള കുറേ സംഭവങ്ങളില്ലേ, ഓൺലൈനായിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. പക്ഷേ 30 ദിവസം നിങ്ങൾ ഈ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നണില്ല നല്ലതായിരിക്കും. ലാസ്റ്റ് 30 days ആയി നിൽക്കുന്നത് നീറ്റിന്. അപ്പോൾ ആ സമയത്ത് അവർക്ക് എത്ര പറഞ്ഞാലും നീറ്റിൻ്റെ ഇമ്പോർട്ടൻസും പഠിക്കുന്ന ഇമ്പോർട്ടൻസും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ജീവിതമാണ്. അപ്പം ബാക്കിയുള്ള ആൾക്കാർ പലതും പറയും, വാടാ നമുക്ക് പുറത്ത് പോയി എൻജോയ് ചെയ്യാം, അങ്ങനെ പലതും പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാൻ മുന്നിലുണ്ട്. ആ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തും ചെയ്യാൻ പാടുള്ളൂ. ഹായ് എവരിവൺ, ഞാൻ ഫിദ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള 30 ദിവസമാണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. ഈ 30 ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയാനാണ് ഞാനിവിടെ വന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, NCERT വിട്ടൊരു കളിയില്ല. NCERTയിൽ മാക്സിമം സ്റ്റിക്ക് ഓൺ ആവേണ്ട ടൈമാണ് ഈ ലാസ്റ്റ് 30 days എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇതിന് മുന്നേ ചിലപ്പോൾ NCERT പഠിക്കാതെ നിന്നിട്ടുണ്ടാവും, വേറെ കുറേ മെറ്റീരിയൽസ് നോക്കിയിട്ടുണ്ടാവും, അനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ എക്സ്ട്രാ നോളജസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ 30 ദിവസം ഇനി അങ്ങോട്ട് NCERT മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. NCERTയിലെ എക്സസൈസസ്, NCERTയിലെ സമ്മറീസ്, എവറിത്തിങ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാക്സിമം NCERT സ്റ്റിക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കുറേ പേർക്ക് എക്സ്ട്രാ നോളജ് എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം എന്നൊന്നും അറിയാത്ത കുറേ പേരുണ്ട്. സോ മാക്സിമം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി മനസ്സിലാക്കുക എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് വരുന്നത് എന്ന്. ബിക്കോസ് അതിലും വലിയ വേറൊരു സോഴ്സ് നമുക്കില്ല. എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പിയർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോകുന്നത് എന്നുള്ളത്. സോ മാക്സിമം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ വരുന്നത്, അതിനൊന്ന് അനലൈസ് ചെയ്ത് ആ രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാന് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് രണ്ടാമത് നിങ്ങൾ നോക്കേണ്ട കാര്യം. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അല്ലാതെ നിങ്ങളൊരു പേപ്പർ ആയിട്ട് മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നീറ്റ് എഴുതിയൊരു ഫീലിംഗും നീറ്റിന് പണ്ടത്തെ കുട്ടികൾ എങ്ങനെയായിരുന്നു നീറ്റ് ഇരുന്ന് എഴുതിയത് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സംഭവമാണ്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ വിടരുത് കേട്ടോ. നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ഉണ്ടാക്കുക. 30 ദിവസത്തേക്കുള്ള പ്ലാൻ എന്നല്ല, നിങ്ങളിപ്പം ഒരു 50 days പ്ലാനോ 40 days പ്ലാനോ ഒക്കെ ഉണ്ടാക്കിയ ആളുകളാണെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുക. ഇതുവരെ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഒരു പ്ലാനൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഫോളോ ചെയ്ത് പോകണം. പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം പോരട്ടോ, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിൽ ഫോക്കസ് ചെയ്തിട്ട് ആ ഡിസിപ്ലിനിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ആ രീതിക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഒരു വിട്ടുവീഴ്ച വരാത്ത രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ അത് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ടായിരിക്കും, ഞാൻ ക്രാഷ് കോഴ്സിന് ചേർന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു കോഴ്സ് എടുക്കുന്ന ഒരാളാണ്, ഞാനിങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ട് എനിക്കിങ്ങനെ അവർ തരുന്ന ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ ഓൾറെഡി അവിടെ പോകുമ്പം നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡബിൾ പണിയാവും. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ആ സ്ഥലത്തിനനുസരിച്ചോ അല്ലെങ്കിൽ നിങ്ങളൊരു മെൻറ്റർ ഉണ്ടെന്ന് വെച്ചോ, ആ മെൻറ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനനുസരിച്ച് നിങ്ങൾ പോകണം. പിന്നെ നിങ്ങളുടേതായിട്ടൊരു പ്ലാനിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. രണ്ടും എൻറ്റയർലി ഡിഫറൻറ്റും ആയിരിക്കും ചിലപ്പം. അപ്പം നിങ്ങൾക്ക് ഈ 30 ദിവസം ഒരു വേസ്റ്റ് ആവാനേ പോകുന്നുണ്ടാവും, അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാവും. അപ്പം നിങ്ങളൊരു ക്രാഷ് കോഴ്സിന് പോകുന്നുണ്ടെങ്കിൽ മാക്സിമം അതിൽ സ്റ്റിക്ക് ഓൺ ആയി നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇതൊരു എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ക്രാഷ് കോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചേച്ചി, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ആൻസർ ആണ് കേട്ടോ. നിങ്ങൾ ക്രാഷ് കോഴ്സ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുക. പിന്നെ ഉള്ളത് മോക്ക് ടെസ്റ്റിൻ്റെ കാര്യമാണ്. ഇത് പിന്നെയും നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് എഴുതുക, നിർബന്ധമായിട്ട് എഴുതുക എന്നുള്ള കാര്യം. അപ്പം ഡെയിലി നിങ്ങൾ നീറ്റിൻ്റെ ടൈം ഏതാ, നിങ്ങൾക്ക് നീറ്റിന് തന്നിരിക്കുന്ന ടൈം ഏതാ, ആ ടൈമിനനുസരിച്ച് നിങ്ങൾ ആ ഒരു നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ എക്സാം ഹാൾ പോലൊരു രീതിയിൽ നിങ്ങളുടെ റൂം ആക്കിയിട്ട് നിങ്ങൾ ഈ 30 ദിവസം ഇല്ലെങ്കിൽ ഒരു 25 ദിവസമെങ്കിലും ഈ 30 ദിവസത്തിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്താൽ നോക്കണം. ആ മോക്ക് ടെസ്റ്റ് തന്നെ ഏതെങ്കിലുമൊക്കെ മോക്ക് ടെസ്റ്റുകൾ ഏതെങ്കിലുമൊക്കെ ദിവസം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ആയിട്ട് എഴുതാൻ, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഉള്ളൊരു ഓപ്ഷൻ എന്ന് എനിക്ക് പറയാനുള്ളത്.
പിന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഈ ഓൺലൈനായിട്ട് മോക്ക് ടെസ്റ്റ് ഉള്ള കുറേ സംഭവങ്ങളില്ലേ. ഓൺലൈനായിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും, പക്ഷേ 30 ദിവസം നിങ്ങൾ ഈ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നണില്ല നല്ലതായിരിക്കും. കാര്യം നമ്മളെ നീറ്റ് എന്ന് പറയുമ്പോൾ ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം 1, 2, 3 ഒക്കെ നമുക്ക് ഓൺലൈനായി ചെയ്യുന്നത് ഓക്കെ, പക്ഷേ നമ്മൾ ഈ OMRൽ ഫില്ല് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം ഈ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഈ OMRൽ മാറി ബബിൾ ചെയ്യുക എന്നുള്ള കാര്യം. നമുക്ക് ആ ഒരു പ്രാക്ടീസ് ശരിക്കും നമ്മൾ ഈ ഓഫ്ലൈനായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്തുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടും. അപ്പോൾ മാക്സിമം ഈ കറക്റ്റ് നീറ്റിൻ്റെ ടൈപ്പ് ഓഫ് ഒരു OMR ഒക്കെ നിങ്ങൾ പ്രിൻറ്റ് ചെയ്ത് ഈ മോക്ക് ടെസ്റ്റ് എഴുതാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമ്മൾ അതിന് വേണ്ടി ഒന്ന് പ്രിപ്പയർഡ് ആവണം. അല്ലാണ്ട് മോക്ക് ടെസ്റ്റ് ചെയ്താൽ ഞാൻ ഇരിക്കുകയെന്നൊക്കെ വിചാരിച്ചിട്ട് അടുത്ത ദിവസം ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ എന്നല്ലാതെ നമ്മൾ ജസ്റ്റ് പഠിക്കുന്ന പോലെ മോക്ക് ടെസ്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കണം. കാരണം എന്നാലും നിങ്ങൾക്ക് ആ ഒരു നീറ്റ് എഴുതാൻ പോകുന്ന ഡേ ആ ഒരു സ്ട്രെസ് ഒന്നും ഇല്ലാതെ മാക്സിമം എന്താണ് കുറച്ച് കൂളായി ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ നമുക്ക് ആ ഒരു സ്ഥലം തരുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾ ഓൾറെഡി ഇങ്ങനെ മോക്ക് ടെസ്റ്റ് എഴുതി പോകുന്ന ഒരാളാണെങ്കിൽ സോ അത് നിങ്ങൾ എന്തായാലും ചെയ്യണം. മോക്ക് ടെസ്റ്റ് മറക്കരുത് കേട്ടോ. പിന്നെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. ഫൊഗെറ്റ് ഫ്രണ്ട്ഷിപ്സ്. നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മളിപ്പോൾ നിങ്ങൾ ചിലപ്പം ബോർഡ് എക്സാംസ് ഇപ്പോൾ കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിലുള്ള ആളുകളല്ലായിരിക്കും. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഈ ബോർഡ് എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര എൻജോയ് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു സമയത്തായിരിക്കും നമുക്ക് ഈ ലാസ്റ്റ് 30 days ആയി നിൽക്കുന്നത് നീറ്റിന്. അപ്പോൾ ആ സമയത്ത് അവർക്ക് എത്ര പറഞ്ഞാലും നീറ്റിൻ്റെ ഇമ്പോർട്ടൻസും പഠിക്കുന്ന ഇമ്പോർട്ടൻസും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ജീവിതമാണ്. അപ്പം ബാക്കിയുള്ള ആൾക്കാർ പലതും പറയും, വാടാ നമുക്ക് പുറത്ത് പോയി എൻജോയ് ചെയ്യാം, അങ്ങനെ പലതും പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാൻ മുന്നിലുണ്ട്. ആ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തും ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ നീറ്റിന് പഠിക്കുന്ന ഈ ലാസ്റ്റ് 30 days നിങ്ങൾ ഒന്നിനും പോകരുത്. ആളുകൾ നിങ്ങളെ പല രീതിയിലും പുള്ള് ചെയ്യാൻ നോക്കും, ഇങ്ങനെ വാ അങ്ങനെ വാ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലൊന്നും പോവാതെ. നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രണ്ട്സൊക്കെ വലുത്, അതെനിക്ക് നന്നായിട്ട് അറിയാം, നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉള്ളതാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ ലാസ്റ്റ് 30 days ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നീറ്റ് തന്നെയാണ്. അതിൻ്റെ മുകളിലൊന്നുമില്ല. ഓരോരുത്തർ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോവും. അപ്പം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ സമയത്ത് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന കുറേ ആളുകളുണ്ട്. അപ്പം നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കി നിങ്ങൾ മാക്സിമം നിങ്ങളൊരു പ്ലാനിൽ സ്റ്റിക്ക് ഓണായി നിൽക്കുക. ഒരിക്കലും ഇതിൻ്റെ ബാക്കിലൊന്നും പോകണ്ട. ഈ ഒരു 30 ദിവസം കഴിഞ്ഞ് നീറ്റ് കഴിഞ്ഞ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോക്കോ, ഒരു പ്രശ്നമില്ല, ആരും ഒന്നും പറയണില്ല. ഈ ഒരു ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. പിന്നെ ഞാൻ ഈ ഫ്രണ്ട്ഷിപ്സിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് എനർജി തരുന്ന കുറേ ആളുകളും ഉണ്ടാവും, സംഭവങ്ങളും ഉണ്ടാവും. അപ്പം നമുക്ക് ചില സിറ്റുവേഷൻസ് ജീവിതത്തിലുണ്ടാവും, ചില നെഗറ്റീവ് എനർജി തരുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് ഈ യൂട്യൂബിലൊക്കെ കുറേ നെഗറ്റീവ് എനർജി തരുന്ന വീഡിയോസ് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവും. പല രീതിയിലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി വരുന്നത്. അത് ആളുകളുടെ രൂപത്തിലാവും, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലെ കുറേ കണ്ടൻസിൻ്റെ രൂപത്തിലാവും. അങ്ങനെ പല രീതിയിൽ നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. മാക്സിമം ആ കാര്യങ്ങളിലൊന്നും പോയി വീഴാതെ നിൽക്കുക. ഇപ്പം നമുക്കൊരിക്കലും മനസ്സിലാവില്ല സിനിമകളൊക്കെ നമ്മൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ സിനിമകളൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ നെഗറ്റീവായിട്ട് കുറേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും സിനിമ കാണുന്നൊക്കെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സിനിമകളൊക്കെ കാണും. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി എനിക്ക് കുറേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത്. ഇതൊന്നും ആരും പറഞ്ഞു തരാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സംഭവം നമ്മൾ ഈ സിനിമകളൊക്കെ കണ്ട് നമുക്ക് കുറേ നെഗറ്റീവ് എനർജി ഒക്കെ കയറി നമ്മൾ ആ ഡേ ചിലപ്പം പഠിക്കാതിരിക്കും, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും പോയി വീഴാതെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഈ 30 ദിവസം സിനിമ കാണാനുള്ള ഡേയോ നിങ്ങൾക്ക് വേണമെങ്കിൽ റിലീഫിന് വേണ്ടി നല്ല നല്ല ഫീൽ ഗുഡ് മൂവീസൊക്കെ കാണാം. അല്ലാതെ നെഗറ്റീവ് തിങ്കിങ്ങിൽ നമ്മൾ കുറേ ഓവർ തിങ്ക് ചെയ്യിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളിലൊന്നും പോയി വീഴാതിരിക്കുക. പ്രത്യേകിച്ച് നെഗറ്റീവ് എനർജി തരുന്ന ആളുകൾ, കുറേ ആളുകൾ നിങ്ങളെ പുറകെ നെഗറ്റീവ് എനർജി തരാനുണ്ടാവും, അതിലൊന്നും പോയി വീഴരുത്. പിന്നെ പറയാനുള്ളത്, നമുക്ക് 30 ദിവസമുള്ളൂ, കുറച്ച് ടൈമുള്ളൂ. ആ ഒരു കുറച്ച് ടൈം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് നിങ്ങളുടെ ലൈഫിൽ. ആ ഒരു 30 ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഏറ്റവും എല്ലാത്തിനെയും കുറച്ച് കൺസൈസ് ആയി പഠിക്കുക. എന്ന് വെച്ചാൽ ഒരു ചാപ്റ്ററിൻ്റെ മുകളിൽ കുറേ നേരം ഇരിക്കാൻ പാടില്ല. ഒരു ചാപ്റ്റർ ഒരു അത്യാവശ്യം കുറച്ച് നേരം ഇരുന്നിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാനുള്ളൊരു മനസ്സ് വേണം. ഇപ്പോൾ എനിക്കൊക്കെ ഉണ്ടായൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പം ഭയങ്കര ടഫായിട്ടുള്ളൊരു ചാപ്റ്റർ ഒരു രാവിലെ എടുത്ത് വെക്കും എന്ന് വെച്ചോ, ഞാൻ ചിലപ്പോൾ രാവിലെ തുടങ്ങി ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ആ ചാപ്റ്റർ തീർക്കുക. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു പേടി പിന്നെ വരും, ഞാൻ ഇത് ഫുള്ള് പഠിച്ച് തീർന്നിട്ടുണ്ടോ. അപ്പോൾ ഞാൻ എന്താക്കും, പിന്നെ അതുമല്ല ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ ചെയ്യും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ഭാഗങ്ങളൊക്കെ വേഗം നോക്കി ആ ചാപ്റ്റർ തീർക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അതൊന്ന് കവർ ചെയ്യുക, മാക്സിമം കവർ ചെയ്യുക, മാക്സിമം ഒരു എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. അതിൽ ഡീപ്പായി പോയി നമ്മൾ PhD എടുക്കാനൊന്നും അല്ലല്ലോ നിൽക്കുന്നത്. സോ മാക്സിമം നിങ്ങൾ ഒരു ചാപ്റ്റർ വേഗം പഠിച്ച് തീർക്കുക അതാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു ലേണിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കണം. കാരണം ഈ 30 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശാലമായി പഠിക്കാനുള്ള സമയമൊന്നുമില്ല. നിങ്ങളൊന്ന് ആ റിയാലിറ്റി മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ പറയാനുള്ളത്,
യൂട്യൂബിലൊക്കെ നമുക്ക് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് എനർജി മാത്രമല്ല, യൂട്യൂബിൽ നമ്മൾ കുറേ മോട്ടിവേഷണൽ വീഡിയോസ് ഇങ്ങനെ കണ്ട് സമയം പോക്കുന്ന കുറേ ആളുകളുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. കാരണം ഞാനിത് ചെയ്തിട്ടുണ്ടായി. ഈ കുറേ മോട്ടിവേഷണൽ വീഡിയോസ് കണ്ട് ഒരു ഡേ മൊത്തം പോക്കും വെറുതെ. നമ്മൾ 30 ദിവസം ഒരു ഡേ പോയി, പിന്നെ നമുക്ക് 29 ദിവസമുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കുറേ അനാവശ്യമായി മോട്ടിവേഷൻ ടോക്സും മോട്ടിവേഷൻ വീഡിയോസും ഒന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴെങ്കിലും നിങ്ങളൊന്നും ഡീമോട്ടിവേറ്റഡ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് 1-2 വീഡിയോസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്സ് എങ്ങനെ പഠിക്കണം എന്നറിയില്ല, ബയോളജി എങ്ങനെ പഠിക്കണം എന്നറിയില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മുന്നേ ഒരു നീറ്റ് ക്രാക്ക് ചെയ്ത ഒരാളോ അങ്ങനത്തെ ആളുകളുടെ ഒരു ടോക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ ഒരു ടിപ്സോ കേൾക്കേണ്ടി വരും. അങ്ങനത്തെ 1-2 വീഡിയോ കാണുക എന്നല്ലാതെ ഇതിൻ്റെ മുകളിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഒരിക്കലും ഇരിക്കരുത്. കാരണം അങ്ങനെ ചെയ്താൽ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന ആളുകൾക്ക് ഇത് ഗുണമായിരിക്കും, പക്ഷേ നമ്മൾ പഠിക്കുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞാൽ അതൊരു വേസ്റ്റേജ് ഓഫ് ടൈമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുടെ പുറകൊന്ന് ഓവറായി പോവാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഏറ്റവും അവസാനം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക, വേറെ ആർക്കും വേണ്ടിയില്ല നിങ്ങൾ പഠിക്കുന്ന. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ എന്ന്. സോ മാക്സിമം നിങ്ങളുടെ ഫ്യൂച്ചറിന് പ്രയോറിറ്റി കൊടുക്കുക. വേറെ കുറേ ആൾക്കാർ പലതും നിങ്ങളുടെ അടുത്ത് വന്ന് പറയും, ഇത് ചെയ്യുക അത് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് പറ്റൂലടാ അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ടാവും. അതിൻ്റെ ഒന്നും പുറകെ ദയവ് ചെയ്ത് പോകരുത്. ഇങ്ങനെ പറയാൻ കുറേ ആളുകൾ ലൈഫിലുണ്ടാവും, പക്ഷേ അവസാനം നിങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഈ ലാസ്റ്റ് 30 ദിവസം അത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ക്രൂഷ്യൽ ടൈം തന്നെയാണ്. ആ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ സമയം നിങ്ങൾ വേറെ ആരെയും നോക്കാതെ മാക്സിമം നിങ്ങളുടെ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ രീതിക്ക് മുന്നോട്ട് പോവുക. സോ ഒരാൾക്കും വിട്ടുകൊടുക്കരുത്. മാക്സിമം ഈ 30 ദിവസം നല്ല പ്ലാനിങ് ഒക്കെ വെച്ച് നല്ല മോട്ടിവേറ്റഡ് ആയി മുന്നോട്ട് പോകണം. ഓൾ ദി ബെസ്റ്റ്.